ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു മോഡേൺ മല്ലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ സെറ്റപ്പ് സീരീസിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന്. അതായത് നമ്മൾ സ്പീക്കർ മെഷർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ സെറ്റപ്പിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നും അതിൽ നിന്നും എന്തൊക്കെ മനസ്സിലാക്കാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് റെമഡി ചെയ്യാമെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണിന്ന്. വളരെ ബേസിക്കായിട്ടായിരിക്കും നമ്മളിന്ന് ഈ സബ്ജക്റ്റ് കവർ ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ. അപ്പോൾ വരൂ, നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള സെറ്റപ്പ് എന്താണെന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ലഘുവായിട്ട് ഒന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മൾ സ്പീക്കറിൻ്റെ കമ്പനി പബ്ലിഷ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. നമ്മളുടെ വീട്ടിൽ ആ സ്പീക്കർ കൊണ്ടുവച്ച് പ്ലേ ചെയ്യുമ്പോൾ ആ സ്പെസിഫിക്കേഷനിൽ പറയുന്ന അതുപോലുള്ള ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മളുടെ മുറിയിലകത്തെ അക്വസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈക്വലൈസേഷനോ അല്ലെങ്കിൽ DSP ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മളുടെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ട്യൂൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിനെല്ലാം തന്നെ സാധ്യമാകണമെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ മുറിയിലെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിൻ്റെ നമ്മളുടെ മുറിയിൽ വെച്ചപ്പോഴുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് മെഷർ ചെയ്യേണ്ടതുണ്ട്. അത് അളക്കാനുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മെഷർമെൻറ്റ് മൈക്രോഫോണാണ്. ബെറിഞ്ചർ ECM 8000 എന്ന് പറയുന്ന അത്യാവശ്യം ബഡ്ജറ്റ്, ഒരുപാട് പൈസ ചിലവില്ലാത്ത ഒരു മെഷർമെൻറ്റ് മൈക്രോഫോണാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ നമ്മളുടെ H4n Pro എന്ന് പറയുന്ന ഓഡിയോ റെക്കോർഡറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഓഡിയോ റെക്കോർഡർ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓഡിയോ ഇൻ്റർഫേസ് ആയിട്ടാണ്, അതായത് കമ്പ്യൂട്ടറിലേക്ക് ശബ്ദം എത്തിക്കാൻ. കൂടാതെ നമ്മുടെ മാക്ബുക്ക് പ്രോ ഇവിടെ വെച്ചിരിക്കുന്നത് റൂം EQ വിസാർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ടിയാണ്. ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് സൗജന്യ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ഈ റൂം EQ വിസാർഡ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു മെഷർമെൻറ്റ് സിഗ്നൽ ഈ റൂം EQ വിസാർഡ് ജനറേറ്റ് ചെയ്യും. ഈ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫയർ മുഖാന്തരം സ്പീക്കറിലേക്ക് നൽകുകയും സ്പീക്കർ ആ ശബ്ദം പുറപ്പെടുവിപ്പിക്കുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് മൈക്രോഫോൺ അതിനെ മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ റൂം EQ വിസാർഡിൽ അതിനെ കാണിച്ചു തരികയും ചെയ്യുന്നു. ഇതാണ് അടിസ്ഥാനപരമായ വർക്കിംഗ്. ഇനി നമുക്ക് നേരെ മെഷർമെൻറ്റിലേക്ക് പോകാം. നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് മെഷർ ചെയ്യാൻ പോകുന്നത് ഉദാഹരണത്തിനായി നമ്മളുടെ കാൻഡോൺ വെൻഡോ 880.2 എന്ന് പറയുന്ന നമ്മുടെ ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സാണ്. ഈ സ്പീക്കറുകൾ മെഷർ ചെയ്യാനായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ റൂം EQ വിസാർഡിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്ക് റൂം EQ വിസാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് നമ്മൾ പോയി ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് എല്ലാം സെറ്റാക്കണം. ഇപ്പോൾ നമ്മൾ H4 ആണ് സെലക്ട് ചെയ്തത്. H4n ഓഡിയോ ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അബദ്ധം പറ്റും. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കാലിബ്രേഷനാണ്. നമുക്ക് SPL മീറ്റർ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് കാലിബ്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മൾ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും അത് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു SPL മീറ്റർ ഉപയോഗിച്ചോ കാലിബ്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ മെഷർ എന്നുള്ള ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെഷർമെൻറ്റിൻ്റെ പോപ്പപ്പ് വരും. ഇത് നമ്മുടെ ഫ്രീക്വൻസി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമ്മൾ 10 മുതൽ 22,000 ഹെർട്സ് വരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നോക്കുമ്പോൾ വളരെ ജിറ്ററി ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി റെസ്പോൺസാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഫ്രീക്വൻസി റെസ്പോൺസ്. നമ്മളൊന്ന് സ്മൂത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കത് അസസ് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് നമ്മളൊരു 1/12 സ്മൂത്തിങ് തൽക്കാലം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് ഈ രീതിയിലാണ് ഉള്ളത്. ഒരു ടേപ്പറിങ് ഓഫ് നമുക്ക് ഹൈ ഫ്രീക്വൻസിയിൽ കാണാം. ഇത് നമ്മുടെ മൈക്രോഫോണിൻ്റെ സെൻസിറ്റിവിറ്റിയെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കർവൊന്നുമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. അടിസ്ഥാനപരമായി ഏകദേശം 80 dB ആണ് നമ്മുടെ റെസ്പോൺസ് എന്ന് കണ്ടിരിക്കുന്നത്. അതുപോലെ ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ ഒരുപാട് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് കട്ട് ഓഫ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 80 dB ആണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു റേഞ്ച് എന്ന് കണക്ക് കൂട്ടിയാൽ അവിടുന്ന് -3 dB എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം -3 dB എന്ന് പറഞ്ഞാൽ ഏകദേശം 77 dB എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതിയാവും. ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ 77 dB ഏകദേശം 50.7 ഹെർട്സിലാണ് വരുന്നത്. ഇപ്പോൾ 50.7 ഹെർട്സിന് താഴോട്ട് അതിന് ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടെങ്കിലും അത് -3 dB യേക്കാൾ കുറവായതുകൊണ്ട് അത് നമ്മൾ കണക്കാക്കുന്നതേ ഇല്ല. അപ്പോൾ ഈ
സ്പീക്കർ -3 dB താഴെയുള്ളത് നമുക്ക് ശരിയായിട്ട് കേൾക്കാൻ സാധിക്കില്ല ഒരു ഗിവൺ SPL ലെവലിൽ. അതുകൊണ്ട് തന്നെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ -3 dB താഴെയുള്ളത് കണക്ക് കൂട്ടില്ല. ഇപ്പം നമ്മൾ ഈ കമ്പനിയുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കിയാൽ കമ്പനി എന്താണ് ഈ സ്പീക്കറുകളെ പറ്റി പറയുന്നത് എന്ന് നമ്മൾ നോക്കാം. കമ്പനി പറയുന്നത് 23 ഹെർട്സ് വരെ ഈ സ്പീക്കറിന് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്ന് എത്രയോ ദൂരെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഏകദേശം 50 ഹെർട്സാണ് ഇതിൻ്റെ ലോവർ കട്ട് ഓഫ് എന്നുള്ളതാണ് ഈ മുറിയിൽ, നമ്മുടെ മുറിയിൽ സാധ്യമായിരിക്കുന്നത്, നമ്മുടെ ഗിവൺ സെറ്റപ്പ് വെച്ചിട്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനി പബ്ലിഷ് ചെയ്യുന്ന ഫ്രീക്വൻസി അതേപോലെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ള അന്ധവിശ്വാസം നമ്മൾ വെച്ച് പുലർത്തരുത്. ഇനി നമുക്ക് ഈ ഫ്രീക്വൻസി ചാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് വേറെ എന്ത് മനസ്സിലാക്കാമെന്ന് നോക്കാം. ഇതൊരു DK ചാർട്ടാണ്. DK ചാർട്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് നമ്മുടെ മുറിയിൽ എത്ര പെട്ടെന്ന് DK ആവുന്നു, ലോപിച്ചു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചാർട്ടാണ്. ഈസിയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഒരു വാട്ടർഫോൾ ചാർട്ടും ജനറേറ്റ് ചെയ്യാം. ഇതൊരു 3 ഡയമെൻഷണൽ ചാർട്ടാണെന്ന് നിങ്ങൾക്ക് കാണാം. ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം നമ്മൾ ഏകദേശം 50 ഹെർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ട് നമ്മുടെ മുറിയിൽ ആ ശബ്ദ തരംഗങ്ങൾ ഏകദേശം 50 ഹെർട്സിലുള്ള തരംഗങ്ങൾ മുറിയിൽ ലോപിച്ചു പോകാതെ നിലനിൽക്കുന്നു എന്ന് കാണാം. ഇവിടെ നമുക്ക് ഈ ആക്സിസിൽ കാണിക്കുന്നത് മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഏകദേശം 300 മില്ലി സെക്കൻഡ് ആയിട്ടും 50 ഹെർട്സ് ലോപിച്ചു പോകുന്നില്ല. അത് നമ്മുടെ മുറിക്കകത്ത് തന്നെ തങ്ങി നിൽക്കുകയാണ്. ഇത് നമ്മുടെ സൗണ്ടിനെ മടിയാകാൻ സാധ്യതയുണ്ട്. കാരണം ആ സ്റ്റാൻഡിങ് വേവ്സ് നമ്മുടെ സംഗീതവുമായിട്ട് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ 123.7 ഹെർട്സിലും ഇതേപോലെ ലോപിച്ചു പോകാതെ നമ്മുടെ മുറിയിൽ ഫ്രീക്വൻസി നിലനിൽക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള 3 ഡയമെൻഷനായിട്ടുള്ള വാട്ടർഫോൾ ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുറിയെ ഏത് തരത്തിലാണ് അക്കസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. കാരണം ഇത്രയും 300 മില്ലി സെക്കൻഡ് ആയിട്ടും ഇത് ലോപിച്ചു പോകാത്തത് തീർച്ചയായിട്ടും അത്ര നല്ലൊരു കാര്യമല്ല. കുറേ കൂടെ സൗണ്ട് അബ്സോർപ്ഷൻ പാനൽസ് ഒക്കെ വെച്ചാൽ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഇനി നമ്മൾ ഒരു മെഷർമെൻറ്റിൻ്റെ എടുക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ മെഷർമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിസണിങ് പൊസിഷനിൽ ഇച്ചിരി അങ്ങോട്ട് മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോഫോൺ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഈ മെഷർമെൻറ്റ് നമ്മൾ എടുത്തത്. ഈ മെഷർമെൻറ്റിൽ നമ്മൾ നോക്കുന്ന ഉടനെ എന്ത് തരത്തിലുള്ള മാറ്റമാണ് വന്നതെന്ന് നമുക്ക് സ്മൂത്ത് ചെയ്തതിന് ശേഷം നോക്കാം. ഇനി നമുക്ക് ഓൾ SPL എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമ്മുടെ രണ്ട് മെഷർമെൻറ്റും ഓവർലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഒരു വ്യത്യാസം ഒന്നും തന്നെ ഈ രണ്ട് മെഷർമെൻറ്റ് തമ്മിൽ ഇല്ല എന്ന് നമുക്ക് കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്പീക്കറുകൾ അത്ര ഓവറായിട്ട് ഓഫ് ആക്സിസ് പെർഫോമൻസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും നമ്മൾ മാറിയിരുന്നാലും നമ്മുടെ പെർഫോമൻസ് ഓക്കെ ആയിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി അമർത്താൻ മറക്കരുത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമ്മുടെ ആംപ്ലിഫയറിൽ നമ്മുടെ യമഹ AS1000 ആംപ്ലിഫയറിൻ്റെ ടോൺ കൺട്രോളിൽ ബേസ് കൺട്രോൾ ഉണ്ടല്ലോ, അതിൽ നമുക്ക് കുറച്ച് ബേസ് ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മെഷർ ചെയ്യാം. എന്നിട്ട് ആ മെഷർമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് കാണാനുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ ഒന്നുകൂടെ സ്മൂത്ത് അപ്ലൈ ചെയ്യാം. 1/12 സ്മൂത്തിങ് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും ഓവർലേ ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ഫ്രീക്വൻസിയിലൊരു വലിയ ബമ്പ് നമുക്ക് കാണാനുണ്ട്. നല്ലൊരു വ്യത്യാസം തന്നെ, ഒരുപക്ഷെ ഒരു 5 dBയുടെ വ്യത്യാസം തന്നെ കാണിക്കുന്നുണ്ട്. വലിയൊരു ബൂസ്റ്റ് ബേസ് ഫ്രീക്വൻസിയിൽ വന്നു എന്ന് നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ സെറ്റിങ്സിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ വാലീസും പീക്സും ഒക്കെയുള്ള ഒരു റെസ്പോൺസാണ് നമ്മുടെ മുറിയിൽ. ഇപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുക, അതായത് ഏകദേശം 80 ഹെർട്സിനും 100 ഹെർട്സിനും ഇടയ്ക്ക് ഒരു വലിയ ഡിപ്പ് നമുക്ക് കാണാം. ഇത് ശരിക്കും ഡിപ്പായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 70-80 ഹെർട്സിൽ ഒരു വലിയ പീക്കുണ്ട്. അതിനുശേഷം 100 ഹെർട്സിന് ശേഷവും ഒരു വലിയ പീക്കുണ്ട്. അത് നമ്മളുടെ ബാക്കിയുള്ള റെസ്പോൺസിൽ നിന്നും എത്രത്തോളം ഉയർന്നാണ് ആ രണ്ട് പീക്സും ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇത് നമുക്ക് തീർച്ചയായിട്ടും നല്ലതല്ല. ഒബ്വിയസ്ലി ഇങ്ങനെ വരുന്ന ഉടനെ നമ്മുടെ ആ 80 തൊട്ട് 100 ഹെർട്സ് വരെയുള്ള ആ ഡിപ്പ് തീർച്ചയായിട്ടും നമുക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതിന് എങ്ങനെയാണ് നമുക്ക് സ്മൂത്ത് ചെയ്യാൻ പറ്റുക, കഴിവതും അഡ്രസ്സ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിന് ചില വഴികളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇതിൽ EQ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വലൈസർ അല്ലെങ്കിൽ DSP ഉപയോഗിച്ച് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഡിവൈസസ് ആണ് കേട്ടോ. ഇപ്പോൾ മിനി DSP ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള DSP ഓപ്ഷൻസ് ആണ്.
അപ്പോൾ ഈ മിനി DSPയിൽ എങ്ങനെ സെറ്റിങ്സ് ചെയ്യണമെന്നുള്ള സെറ്റിങ്സ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഈ സെറ്റിങ്സ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പീക്സ് ആൻഡ് വാലീസ് ഒക്കെ വലിയൊരു പരിധി വരെ അഡ്രസ്സ് ചെയ്ത് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസിനെ വളരെയധികം സ്മൂത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൂടാതെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ് നമുക്ക് ഗെയിൻ കുറയ്ക്കേണ്ടതെന്നും ഏത് ഫ്രീക്വൻസിയാണ് കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരേണ്ടതും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ റൂമിൽ ഏത് ഫ്രീക്വൻസിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് വ്യക്തമാവും. ഇനി ആ ഫ്രീക്വൻസിക്ക് വേണ്ടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീക്കേഴ്സ് കുറച്ച് മുറിയിലേക്ക് വലിച്ചു വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ട്രയൽ ആൻഡ് എററാണ് കുറേയൊക്കെ കേട്ടോ. എല്ലായ്പ്പോഴും നമുക്ക് വിചാരിക്കുന്ന അതേപോലെ റെസ്പോൺസ് കിട്ടണമെന്നില്ല. പിന്നെ സത്യസന്ധമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ഫ്ലാറ്റായിട്ടുള്ള ഒരു റെസ്പോൺസ് എക്സ്പെക്റ്റ് ചെയ്യരുത്. അത് സാധ്യമല്ല. പക്ഷേ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാതെ കഴിവതും സ്മൂത്തായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് സ്പീക്കർ മെഷർ ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ മലയാളം യൂട്യൂബിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അധികം സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് മെഷർമെൻറ്റും കൂടി ഉൾപ്പെടുത്താം എന്ന് കരുതിയത്. ഇനി തൊട്ടിൽ നമ്മൾ സ്പീക്കറൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ മെഷർമെൻറ്റും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ. ബൈ ബൈ.